ഹലോ എടുത്തി, ഞാൻ നിത്യ. ഇതാരുടെ നമ്പരാ? നമ്പർ എന്റെ തന്നെയാ. പുതിയ ഫോണും എടുത്തു. എടുത്തേക്ക് സുഖല്ലേ? അതെ, നിനക്ക് എങ്ങനെയുണ്ട്? അച്ഛൻ എങ്ങനെയുണ്ട്? ആരോഗ്യമൊക്കെ ഓക്കെ, പക്ഷേ അച്ഛൻ വീട് വിട്ട് പുറത്തിറങ്ങുന്നേയില്ല. ആളുകളെ ഫേസ് ചെയ്യാൻ മടി. അച്ഛനും അമ്മയും നീ പോയതിനു ശേഷം ശരിക്കും തകർന്നുപോയി. ഇവിടെ ആരും പഴയതുപോലെ പരസ്പരം സംസാരിക്കുന്ന പോലുമില്ല. നിനക്ക് ഇവിടെ എങ്ങനെയുണ്ട്? സുധീഷ് നന്നായി നോക്കുന്നുണ്ടോ? എടുത്തി, എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എടുത്തി ഫ്രീ ആണോ? നിന്റെ ചേട്ടൻ പുറത്തുണ്ട്, എപ്പോ വേണമെങ്കിലും വരും. നീ എന്തിനാ ഫോൺ ചെയ്തെന്ന് പറ, ബാക്കി കാര്യങ്ങൾ പിന്നെ സംസാരിക്കാം. അത് ഞാൻ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് ആധാറും സർട്ടിഫിക്കറ്റും ഒക്കെ എടുത്തു വെച്ചിരുന്നു. പക്ഷെ എങ്ങനെയോ അത് അവിടെ മിസ്സായി. എനിക്ക് ചില കാര്യങ്ങൾക്ക് ID പ്രൂഫ് വേണമായിരുന്നു. ഏട്ടത്തിക്ക് അത് അവിടുന്ന് എനിക്ക് കൊറിയർ അയക്കാൻ പറ്റുമോ? അയ്യോ, ഞാൻ അയക്കാനോ? പ്ലീസ് ഏട്ടത്തി, അറ്റ്ലീസ്റ്റ് ആധാറിന്റെയും പാൻ കാർഡിന്റെയും ഒരു ഫോട്ടോ എങ്കിലും എടുത്ത് അയക്കാമോ? എനിക്ക് വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും. അത് ഞാൻ എങ്ങനെയാ നിധി? ആരാ ഫോണില്? അത് എന്റെ ഒരു ഫ്രണ്ടാ. എന്നിട്ട് നീ അവളുടെ പേരാണല്ലോ വിളിക്കുന്ന കേട്ടത്? അല്ല, എന്റെ ഫ്രണ്ടാ. ഫോൺ താനല്ലേ പറഞ്ഞേ? ഹലോ ഹലോ, ചേട്ടാ, നീ എന്തിനാണ് ഇങ്ങോട്ട് വിളിക്കുന്നത്? എന്തിനാ വിളിക്കുന്നതെന്ന്? അപ്പൊ രഹസ്യമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലേ? എടി, എല്ലാരും വിട്ടെറിഞ്ഞ് ഓടിപ്പോയതല്ലേ നീ? പിന്നെ എന്താ നിനക്ക് ഇപ്പൊ വിളിക്കാൻ തോന്നല്ലേ? എടി, നിനക്ക് നാണല്ലേ? ഇറങ്ങി പോകാനെന്ന് പറഞ്ഞല്ലേ? പിന്നെ എന്തിനാണ് നീ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കുന്നത്? അല്ലേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ ഇനി ഒന്നും പറയണ്ട. ഞങ്ങളുടെ നാണം കെടുത്താനുള്ള അടുത്ത വഴിയാലോചിക്കായിരിക്കും അല്ലേ? അങ്ങനൊന്നും പറയില്ല ഏട്ടാ. ആ നാവുകൊണ്ട് നീ എന്നെ ഏട്ടാന്ന് വിളിച്ചു പോയത്. ഇനി ഒരു തവണ കൂടി നീ അവളെ ഫോണിലേക്ക് വിളിച്ച ഞാൻ നിന്നോട് സംസാരിക്കാവില്ല ചെയ്യാം. ഫോൺ വെച്ചിട്ട് ഓടി. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? അയ്യോ, ഇത് ആദ്യത്തെ തവണയാ. നമ്പർ അറിയാത്തതുകൊണ്ട് എടുത്തതാ. അപ്പോഴവളാണെന്ന് മനസ്സിലായത്. അവളുടെ ആധാർ കാർഡും സർട്ടിഫിക്കറ്റ്സും വേണമെന്ന് പറഞ്ഞു വിളിച്ചതാ. നിന്നോട് ചോദിച്ചാൽ നീ എടുത്തു കൊടുക്കുന്നു കരുതി അല്ലേ? എന്നെ എന്റെ കുടുംബത്തെ നാണക്കെടിന്റെ പടുകുഴി താത്തിട്ട് അവള് മാത്രം സർട്ടിഫിക്കറ്റും ആധാറും വെച്ച് സ്വന്തം കാര്യം ജീവിക്കാൻ നോക്കണ്ട. ഇവിടെ ഒന്നും ഒരു സാധനം കൊടുത്തു വരുന്നത് മനസ്സിലായോ? മനസ്സിലായോന്ന്? എന്തു പറ്റി? എന്തിനോടാ ഇങ്ങനെ കരയുന്നത്? നിധി, കരയാതിരിക്കേ. നിധി പ്ലീസ്. നിധി, എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ കഥകൾ തട്ടിയേ. ഇയാള് ഓക്കെ ആണോ? അല്ല, ഞാൻ ഏട്ടത്തി ഒന്ന് വിളിച്ചതാ. എന്തു പറ്റി? സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് അവിടെയാണെങ്കിലും സംസാരിക്കുന്നതിനിടയില് ചേട്ടൻ ഫോൺ വാങ്ങി എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഒരു ബന്ധമില്ലാത്ത ആളെ പോലെ ഏട്ടൻ സംസാരിച്ച് അത് കേട്ടപ്പോ എത്ര പെട്ടെന്നാ അവർക്കൊക്കെ ഞാൻ ആരും അല്ലാതായി പോയത്. ഇങ്ങനെ വളർത്തിയതായിരുന്നു എന്നെ അറിയോ? ഇപ്പൊ ഞാൻ ശരിക്കും അന്യായി. ഒന്നോർത്ത് അവര് പറയുന്നത് ശരിയാ. ഒരു കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടത്ര ആലോചിക്കാതെ ഞാൻ പലതും ചെയ്തു. എല്ലാം തെറ്റായി പോയി. ഓർക്കുമ്പോ പേടിയാവുന്നു. എന്റെ ജീവിതമേ മാറിപ്പോയി. എന്താ ഇനി സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയില്ല. ആരുമില്ലാതെ ഞാൻ തനിച്ചായ പോലെ തോന്നുന്നു. അങ്ങനെ പറയില്ലേ. ഇന്നും കൂടെ നിൽക്കാൻ ഞാനില്ലേ. നിധി, എല്ലാം ശരിയാവടോ, ഉറപ്പ്. ദേ, ഇയാള് കൂടുതലൊന്നും ആലോചിക്കാണ്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ പോയാ ഇയാൾ ഉറങ്ങുമോ? ഞാൻ പോയി കഴിഞ്ഞ് ഇയാൾക്ക് ഉറക്കം വരുമെന്ന് ഞാൻ ചോദിച്ചേ. അത് സാരില്ല. വീട്ടിൽ നിന്ന് പോകുന്ന ശേഷം ഞാൻ നന്നായിട്ട് ഇറങ്ങിയിട്ടേ ഇല്ല. മനസ്സിലെപ്പോഴും നീച്ചില്ല. എന്തോ ഒരു വലിയ തെറ്റ് ചെയ്ത ഫീല്. ഒരു നോർത്ത് പുലരും വരെ കണ്ണു തുറന്ന് കിടക്കുക പതിവ്. കുറെ കരയുമ്പോ പിന്നെ അറിയാതെ മങ്ങിപ്പോവും. സാരില്ല, ഇയാള് പോയിക്കോ. നിധി, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വന്നാലോ? ഇപ്പോഴോ? ഇങ്ങനെ ഇതിനകത്തിരുന്ന് കരഞ്ഞോണ്ടിരുന്നാലേ താൻ ഒരുമാതിരി ആയിപ്പോ. പുറത്തൊക്കെ ഒന്ന് പോയിട്ട് കറങ്ങി വന്നു കഴിഞ്ഞാൽ മനസ്സൊന്ന് മാറും. ഈ ഒരു സ്ട്രെസ്സേ അതൊക്കെ ഒന്ന് കുറയും. എടോ വാ, നമുക്കൊന്ന് പുറത്ത് പോയി കറങ്ങിട്ട് റിലാക്സ്ഡ് ആയിട്ട് വരാം. ഞാൻ ഈ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. കേറ്. എന്താ നിന്ന് കളഞ്ഞ? അതെന്താ, മുറിയിൽ ഉറക്കം വരാതെ സങ്കടപ്പെട്ടിരിക്കായിരുന്നില്ലേ? പുറത്ത് വന്ന് 4 ആളെ കണ്ട ഒക്കെ മാറി കിട്ടും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ നല്ല ഉറക്കവും കിട്ടും. അതിന് ഈ രാത്രി നേരത്ത് പോകുന്നത് ശരിയാണോ? ഓ, സേഫ് ആണെന്ന് ആലോചിച്ചിട്ടാണോ? എടോ, ഈ ഏരിയയിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. പിന്നെ ഞാനില്ലേ കൂടെ. എടോ, നമുക്ക് എന്തേലും ഒരു പ്രശ്നം വന്നാ അയ്യോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ എന്ന് വിചാരിച്ച് അതിൽ തന്നെ കിടന്ന് കറങ്ങല്ല വേണ്ടത്. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറെ കാര്യങ്ങൾ നോക്കി പോണം. കുറച്ചു കഴിഞ്ഞാലേ ആ പ്രശ്നം നമുക്കൊരു പ്രശ്നമേ അല്ല എന്ന് മനസ്സിലാവും. ഓ, ഇങ്ങനെ ശരിക്കും പരിഹസിക്കാണോ? നിധി, വാ പോ. അത് ട്രാവൽസിലുണ്ട്. അല്ല, ബൈക്കിൽ കയറാൻ വേണ്ടി ഇത്രമാത്രം ആലോചിക്കുന്ന എന്തിനാ? കേറിക്കോ. അല്ല, ഇങ്ങനെ സൈഡ് തിരിഞ്ഞിരിക്കുന്ന സേഫ് അല്ലാട്ടോ. 2 സൈഡിലും കാലിട്ടിരുന്നൂടെ? അതെന്താ? ഇയാള് വല്ല ഗട്ടറിലോ ഹമ്പിലോ കൊണ്ട് ചാടിച്ച് താഴെ വീണ ഞാനും ഒപ്പം വേണം എന്റെ മുഖവും പല്ലുമൊക്കെ പോവും. ഇതാവുമ്പോ എനിക്ക് ചാടി ഇറങ്ങാൻ എളുപ്പമാണല്ലോ. അങ്ങനെ ഓക്കെ, ശരി. ഓക്കെ ആയോ ഇപ്പോ? ഓക്കെ. നമ്മൾ എത്ര നേരമായിട്ടാ ഇങ്ങനെ പോകുന്നതെന്ന് അറിയോ? ഒരു 20 മിനിറ്റ്സ്. 1 അവർ കഴിഞ്ഞു. അതെയോ? ഞാൻ ഇടയ്ക്ക് മിററിലൂടെ നോക്കുമ്പോഴേ ഇയാൾ ആദ്യമായിട്ട് കാണുന്ന പോലെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. എന്നാ പിന്നെ ആവുന്നത്ര ദൂരം പോവാന്ന് ഞാനും വിചാരിച്ചു. സമയം പോയത് ഞാൻ അറിഞ്ഞതേ ഇല്ല. അതുകൊണ്ടെന്താ, മൂട് മാറി കിട്ടിയില്ലേ? നോക്കിക്കോ, തിരിച്ചു പോകുന്നതിന് മുമ്പേ എല്ലാം ശരിയാവും. അതെ, നമുക്ക് കുറച്ചു നേരം ഒന്ന് ഇരുന്നിട്ട് പോയാലോ? മനസ്സിൽ സങ്കടം തോന്നുന്ന സമയത്തെ ഞാൻ വന്നിരിക്കാറുള്ള ഒരു സ്ഥലമുണ്ട്. വാ, ഇപ്പൊ ഒരു സുഖം തോന്നില്ലേ? മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെയാ. ആ പ്രശ്നങ്ങളിൽ നിന്ന് മനസ്സിനെ നമ്മൾ ഇങ്ങോട്ട് പറിച്ചെടുത്താ മതി. അപ്പൊ അത് നമ്മൾ വിട്ട് പോയെന്ന് തോന്നും. വീട്ടിൽ അടിക്കടി സങ്കടങ്ങൾ മാത്രം ഉണ്ടാവുമ്പോ ചേട്ടൻ പറയും, സമാധാനിക്ക്, നമുക്ക് എന്തോ സന്തോഷം വരാൻ പോകുന്നുണ്ട്, അതാണ് ഈ സങ്കടമെന്ന്. അത് ചിലപ്പോഴൊക്കെ ശരിയാവാറുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു ചെറിയ സന്തോഷം ആ ഒരു സമയത്ത് വരാറുണ്ടാവും. അതുപോലെ ഇപ്പൊ ഇയാൾ അനുഭവിക്കുന്ന സങ്കടത്തിന് തീർച്ചയായും സന്തോഷം കിട്ടും. ആശിച്ച പോലെ നല്ല ജോലി, നല്ല ജീവിതം. ഇല്ല. ഹലോ, ഈ സമയത്ത് എന്താ ഇവിടെ ഇരിക്കുന്നേ? ചുമ്മാ വെറുതെ കറങ്ങാൻ വന്നതാ. ഈ നേരത്തോ? ഇതാരാ? ഇത് എന്റെ വൈഫാണ് സാർ. എന്താടാ ഒരു പരുങ്ങല്? അയ്യോ ഇല്ല സാർ, എന്റെ വൈഫാണ്. ഇവിടെ അടുത്ത് തന്നെ വീട്. അഡ്രസ് ആണ് സാറിന്. ആ മാലയൊന്ന് പുറത്തേക്കിട്ടെ. കുട്ടി ആ മാലയൊന്ന് പുറത്തേക്കിടാനെ പറഞ്ഞു. ഈയിടെയായിട്ടെ ഈ സ്ഥലത്ത് ഇത്തിരി കുഴപ്പങ്ങളുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. അധികം കറങ്ങാൻ നിൽക്കണ്ട, പെട്ടെന്ന് പോകാൻ നോക്ക്, അതാ നല്ലത്. ഓ, പോവാം. എടോ,
ഇപ്പൊ കണ്ടില്ലേ ആ താലി കഴുത്തി കിടന്നതിന്റെ ഗുണം അത് പൊട്ടിച്ചെറിയാനല്ലേ താൻ നിന്നത്. താലി ഇല്ലെങ്കിൽ എന്താ, അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവരെ കാണുമ്പോ സുധീഷ് പേടിച്ച പോലെ പറയുന്ന പ്രശ്നം. ഓ ധൈര്യമായിട്ട് പറഞ്ഞാ മതി. സത്യം പറഞ്ഞ ഒരു പോലീസുകാരനെ പേടിക്കണ്ട. ആഹാ കാണാള് കൊള്ളാലോ. പിന്നെ ഈ താലി അത് സുധീഷിന്റെ വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ. അവിടുന്ന് ഇറങ്ങുന്ന നിമിഷം ഇത് കഴുത്തുനിന്ന് പൊക്കോളും. ആയിക്കോട്ടെ അതേപോലെ ഉരുണ്ടെന്നാ ഉദ്ദേശിച്ചത്. ആ വിശക്കുന്നില്ലേ? എനിക്ക് വിശപ്പില്ല. എനിക്ക് വിശപ്പുണ്ട്. വാ കഴിക്കാം. താങ്ക്സ്. ഈ സമയത്തൊക്കെ ഇത്രയും പേരോ? ഇതൊന്നും അല്ല, ഇന്നിത്തിരി കുറവാ. കഴിക്കും. അതെ, ഈ മാനവീയ റോഡെന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒട്ടുമിക്കവാറും ദിവസം രാത്രി എന്തെങ്കിലുമൊക്കെ ഒരു ആഘോഷം കാണും. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കൂട്ടം കൂട്ടായിട്ട് വരെ ഈ ഈ ഫിലിം ഫെസ്റ്റിവൽ ഒക്കെ തുടങ്ങി കഴിഞ്ഞാലേ വെളുപ്പാൻ കാലം വരെ കുറെ പേര് സഞ്ചി നോക്കി നടക്കുന്നതാണ്. ഒരു നഗരത്തിലെ ഒരു പ്രശ്നമില്ലാതെ ആളുകൾ നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലം സേഫ് ആണെന്ന് അർത്ഥം. വിശപ്പില്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കഴിക്കുന്നില്ലേ? അതാണ് തട്ട് ദോശയുടെ സ്വാദ്. കഴിച്ചു. ഇന്നെന്താ സ്പെഷ്യല്? കുട്ടിക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞു ചെയ്യാം. എന്നെ ഈ കുട്ടി ആളെന്നൊക്കെ വിട്ടിട്ട് പേര് വിളിച്ചൂടെ? എന്റെ ഏട്ടന്റെ സ്ഥാനല്ലേ, എന്നാ അങ്ങനെ ചോദിച്ചേർക്കൂടെ? നിധിക്ക് എന്താ വേണ്ടേ? തൽക്കാലം സ്പെഷ്യൽ ആയിട്ടൊന്നും വേണ്ട. അരക്കാനുണ്ടല്ലോ, ഞാൻ അരച്ചേരട്ടെ. വേണ്ട വേണ്ട ആയിട്ടില്ല. അതെ അവരുറങ്ങല്ലേ, ശബ്ദം ഉണ്ടാക്കി വളർത്തണ്ട. അത് ശരി. സുഭാഷ് ചേട്ടൻ ഇങ്ങനെ വളം വെച്ചു കൊടുത്താ അവരെപ്പോഴെങ്കിലും സ്വയം തിരുത്തോ? രാത്രി മുഴുവനേ വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴാ ഉറങ്ങിയെന്ന് എനിക്ക് പോലും അറിയില്ല. കിടന്നോട്ടെന്ന് ഞാൻ വെച്ചു. ഈ സമയമായിട്ടും. ആ എന്നിട്ട് അവരെണീറ്റ് വരുമ്പോഴേക്കും എല്ലാം സുഭാഷ് ചേട്ടൻ ഒരുക്കി വെക്കുകയും ചെയ്യല്ലേ? എനിക്കതൊക്കെ ഒരു ശീലമായിപ്പോയി. ആയിക്കോട്ടെ, സുഭാഷ് ചേട്ടന്റെ ശീലം അങ്ങനെ ആയിക്കോട്ടെ. അവരുടെ ശീലം നമുക്കൊന്ന് മാറ്റിയാലോ? എങ്ങനെ? എന്ത് ചെയ്യപ്പോ? 3 പേരുടെ മുഖത്തൊഴിക്കാൻ. അതുകൊണ്ട് അത് കേട്ടതല്ലേ. ഇനി ഹരീഷ് അങ്ങനെ പറയില്ല. പറഞ്ഞാലേ ഇന്നത്തോടുകൂടി അത് അവസാനിക്കും. കാണിച്ചേട്ടെ, ഇപ്പൊ ശരിക്ക് തരാം. അതെ നിധി. നോ ബാഡ് വേർഡ്സ്. മിന്നെ പൊറുത്. ഏട്ടത്തിയായിരുന്നു. എന്താ ഏട്ടത്തി ഇത്? എന്താണോ മണി ഇത്രയെന്ന വിചാരം? നിനക്ക് കോളേജിൽ പോണ്ടേ? എനിക്ക് ആ പായ പിന്നെ ആരെടുക്കും? സുഭാഷ് ഏട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞൊന്നും ബാധകല്ലേ. ഇനി മുതൽ 7 മണിക്ക് മേലെ ഒരാൾ ഇവിടെ കിടന്നുറങ്ങാൻ പാടില്ല. ഉറങ്ങിയ ഓരോ കുടം വെള്ളം ഓരോരുത്തരുടെയും മുഖത്തൊഴിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്നാ പിന്നെ അതേക്കുറിച്ച് സോപ്പോടെ കളിക്കോ, കുളി കഴിയൂലോ. നിങ്ങളെല്ലാരും സുഭാഷിന്റെ തലയിലെല്ലാം ഏൽപ്പിച്ചു കൊടുത്തിട്ട് സുഖമായിട്ട് ഒന്നും ചെയ്യാതെ ശീലിച്ചു പോയി. ഇനി മുതൽ എല്ലാവരും നേരത്തെ എണീറ്റ് എല്ലാ പണികളിലും സുഭാഷേട്ടനെ ഹെൽപ്പ് ചെയ്യണം. കേട്ടല്ലോ? ആ. എന്താ ചെല്ല്. സുഭാഷ് ഏട്ടാ പണി കിട്ടിയല്ലടാ മോനെ. അതെ, ഇയാളോട് മാത്രമായിട്ട് നീ വീണ്ടും പറയണോ? ആ എഴുന്നേക്ക. നിങ്ങളുടെ പായ എടുക്കാൻ യൂണിയൻകാർ വരും. ഇത് മടക്കി വെക്കാറുള്ളത് സുഭാഷാണ്. ഇനി മുതൽ സുഭാഷേട്ടന്റെ പായ മാത്രമേ ആൾ എടുക്കുന്നുള്ളൂ. നിങ്ങൾ കിടന്നത് നിങ്ങൾ തന്നെ എടുക്കണം. ആ വേഗം എടുത്തട്ടെ. വേഗം ആവട്ടെ. ആ എടുക്കുന്നു. സുഭാഷേട്ടാ കാലൊക്കെ. നികേഷേ, എന്താ ഏട്ടത്തി? നിന്റെ 2 ചേട്ടന്മാരും കൂടി വിളിക്ക്. സുഭാഷേട്ടനല്ല. ആ. സുധീഷ് ഏട്ടാ. ഓ ഹരീഷ് ഏട്ടാ. എന്താ ഞാനല്ല, ഏട്ടത്തിനെ വിളിച്ചത്. എന്താ നിധി? ദാ. ഇതെന്താ ഇത്? കണ്ടിട്ടില്ലേ? ആ. എന്നെ ഇതുകൊണ്ടുപോയി ഈ മുറ്റൊക്കെ അടിച്ചു വൃത്തിയാക്കി ഇടുന്നു. പിടിക്ക്. ദാ. ആ സമയം കൊണ്ട് നീയും ഹരീഷും കൂടി അതോ ഉമ്മറോ എല്ലാം അടിച്ചു തുടച്ചു വൃത്തിയാക്കി വെക്കണം. കേട്ടോ നികേഷ്? അത് നമുക്ക് പൊളിക്കടത്തി. അതാണ് സ്പിരിറ്റ്. സുധീഷ് തുടങ്ങിക്കോ. അരമണിക്കൂറുണ്ട് എല്ലാം തീരണം. അല്ല എന്താ സുഭാഷേട്ടൻ ഇടപെടണ്ട. ഇത് സുഭാഷേട്ടന്റെ ഏരിയ അല്ല. അകത്തേക്ക് ചെല്ലും. ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വരാം. അല്ല ഈ ചൂല് ഞാനിത് എങ്ങനെ പോയി? എന്താ നോക്കി നിൽക്കുന്നത്? കുടുംബനാഥയുടെ കൽപ്പന അനുസരിച്ചേ പറ്റൂ. നാദയാ? പുതിയ നിയമം അനുസരിച്ച് നമുക്ക് റേഷൻ കാർഡ് കിട്ടിയാ അതിലെ ഉടമസ്ഥ വീട്ടിലെ മൂത്ത സ്ത്രീ ആയിരിക്കും. ഈ വീട്ടിലെ ഏട്ടത്തിനാണല്ലോ ചെയ്തോ. നമുക്ക് കുറച്ച് കട്ടിയുള്ള പണിയാകുമ്പോ കട്ടി എടുക്കാം. കുഞ്ഞീളം കൂട്ടിൽ പ്രിയതേ നിൻ സ്വനമായി. സുഭാഷേട്ടാ, ഓ. നിലവിളക്ക് വലുത് ഇരിപ്പുണ്ടോ? ആ പെട്ടിക്കത് അവിടെ കാണും. ഒന്നെടുത്തരോ? വാ. കുഞ്ഞീളം കുമായി. അതെ. ആ കണ്ടാ മൊത്തം ക്ലീനാക്കി. ഇങ്ങ് വന്നേ. ആ, ദാ, ഇത് പിടിച്ച്. ഇത് പിടിച്ച് Thank you. നല്ല വൃത്തിയായിട്ട് കഴുകിട്ട് വരണേ. അല്ല പുള്ളി കണ്ടില്ലേ? ഒന്നോടെ തുടച്ചാ പോരെ. കണ്ടില്ലേ? തുടച്ചോളൂ. ജോലിയുടെ കാര്യത്തിന് സുഭാഷേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. സുഭാഷേട്ടൻ ഒരുപാട് കമ്പനികളുടെ പ്രോജക്ട്സ് എടുത്ത് ചെയ്യാറില്ലേ? എവിടെയെങ്കിലും റെക്കമെൻഡ് ചെയ്ത് ഒരു ജോലി വാങ്ങി തരാൻ പറ്റുമോ? ഈ വീട് ഉണ്ടല്ലേ, ഇറ്റ്സ് നോട്ട് എ ഹോം, ഇറ്റ്സ് എ പാലസ്, ഇറ്റ്സ് എ പാലസ് ഫോർ മീ.